ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് വട്ടന അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാനായിട്ട് പാടില്ല. വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിക്കാം. 3 വിസിലടിച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എയറെല്ലാം പോയി വരുമ്പോഴേക്കും ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം തന്നെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ ബ്രെഡ് മിക്സഡ് ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എന്നാലാണ് നമുക്ക് നല്ല ഷേപ്പിലുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് വെള്ളം നനവ് പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് കൂടാതെ 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 കപ്പ് ബ്രെഡ് ക്രംസാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും നന്നായി ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കൈ ഒന്ന് കഴുകി കൊടുക്കുക. നമ്മൾ കുഴച്ച കൈ വെച്ച് തന്നെ ഷേപ്പാക്കി കഴിഞ്ഞാൽ കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിക്കും. അപ്പോൾ കൈ കഴുകി കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ 7 കട്ട്ലേറ്റാണ് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ ചിക്കനൊക്കെ തന്നെ നന്നായി കിടക്കുന്നുണ്ട്. അധികം ഉടഞ്ഞു പോവാതെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളെപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്തിട്ട് മുട്ടയിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ മുട്ടയിൽ മുക്കുമ്പോൾ അപ്പുറത്തെ കൈ കൊണ്ടാണ് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസൊക്കെ ആകെ ഒട്ടി പിടിക്കും. അപ്പോൾ 2 കൈയും യൂസ് ചെയ്യാം. ഇപ്പോൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. ആ മേലെയുള്ള ആവശ്യമില്ലാത്ത ആ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് പോണതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഓയിൽ ഇടുമ്പോൾ അധികം ബ്രെഡ് ക്രംസ് ഇങ്ങനെ കരിഞ്ഞ് ഓയിലിൽ കിടക്കില്ല. ഓയിൽ അങ്ങനെ കരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കി വരുമ്പോഴേക്കും ലാസ്റ്റത്തെ കട്ട്ലേറ്റിൻ്റെ മേലെയൊക്കെ ആ കരിന്തൊക്കെ ഒട്ടി പിടിച്ചിട്ട് ആകെ ഒരു ഭംഗിയില്ലാതെയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം കരിഞ്ഞിട്ടുള്ള ആ പൊടികൾ ഓയിലുണ്ടാവില്ല. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക. അപ്പോൾ അധികം ഓയിൽ ആവശ്യം വരില്ല. ശരിക്കും ഈ കട്ട്ലേറ്റ് കുറച്ചൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം ഓയിൽ വേണ്ടത്. അപ്പോഴാണ് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടുള്ളൂ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇട്ടപ്പം തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താലൊന്നും പൊട്ടിപ്പോവില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണിത്. ഇപ്പോൾ കട്ട്ലേറ്റ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണിത്. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ചിക്കൻ കട്ട്ലേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സബോളയും ഉരുളക്കിഴങ്ങൊക്കെ തന്നെ നന്നായി വഴറ്റിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.